ഹായ്, ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ ഇന്നാണ് നമ്മുടെ വളകാപ്പ്. സൗണ്ടൊക്കെ പോയേക്കാം കേട്ടോ. ഇന്നാണ് നമ്മുടെ 7ാം മാസത്തിലെ കൂട്ടിക്കൊണ്ടുപോകുന്ന ചടങ്ങിൽ. അതിന്നാണ് സൺഡേ. അപ്പോൾ അതിൻ്റെ കൂടെ ചെറിയൊരു വളകാപ്പ് പോലത്തെ ഒരു ചെറിയൊരു ഫംഗ്ഷൻ വെക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു മുന്നേ. ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, സാരി പർച്ചേസ് ചെയ്യുന്ന വളകാപ്പിൻ്റെ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഒരുക്കപ്പാട് കാര്യങ്ങളൊക്കെയാണ് താഴെ നടക്കുന്നുണ്ട്. 10 മണിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാർ ഇവിടെ വരും, എത്തുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ ചെറിയ ചില്ലറ മേക്കപ്പും സാരി ഉടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിച്ചു വെക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ബാക്കി എന്നാലും നമുക്ക് വരുന്ന വഴിക്ക് കാണാം. ഒരുക്കങ്ങൾ എത്ര വരെയായി ഞാൻ കാണിച്ചു തരാം. അതെ, നമ്മൾ തന്നെ തട്ടിക്കൂട്ടി ചെയ്യുന്ന ഒരു ചെറിയൊരു പരിപാടിയാണ് കേട്ടോ. എൻ്റെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ ചെയ്തത്. അതിനായിട്ട് വേറെ പുറത്തൊന്നും മേക്കപ്പ് ആർട്ടിസ്റ്റിനെ ഒന്നും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ചെറിയൊരു പ്രോഗ്രാമായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു 40 ആൾക്കാരിൽ ഒതുങ്ങുന്ന, അതായത് നമ്മുടെ ഫാമിലിയിലും എൻ്റെ ഫാമിലിയിലായാലും ഹസ്ബൻഡിൻ്റെ ഫാമിലിയിലായാലും 2 പേരുടെയും ഫാമിലിയിൽ നിന്ന് ഒരു 40 ആൾക്കാരിൽ ഒതുങ്ങുന്ന കുറച്ച് അത്രയും വേണ്ടപ്പെട്ട ആൾക്കാരെ മാത്രം ഉള്ള ഒരു ചെറിയൊരു ഫംഗ്ഷനായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി മാത്രമായിട്ടൊരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ വിളിച്ച് ചെയ്യിക്കാനൊന്നും എനിക്ക് മനസ്സ് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ വിളിച്ചത്. സാരി എൻ്റെ ഒരു ഫേവറേറ്റ് ആണ്. എനിക്ക് സാരി ഉടുക്കാനൊക്കെ ഇഷ്ടമാണ്. പക്ഷേ ഈ ഒരു സമയത്ത് കുറച്ച് വയറൊക്കെ വന്നതുകൊണ്ട് എങ്ങനെ സാരി ഉടുക്കണം, ഇപ്പോൾ ഉടുത്താൻ നിൽക്കുമോ എന്നൊക്കെയുള്ളൊരു ഇത് നമുക്കുണ്ടാവുമല്ലോ. അപ്പോൾ അതിനെന്തായാലും നമുക്ക് എന്തായാലും ഹെൽപ്പ് വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അതിന് ചേച്ചിമാർ ഇഷ്ടംപോലെ അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് സാരി ഉടുപ്പിച്ച് തരാനായാലും ഓർണമെൻറ്റ്സ് സെറ്റ് ചെയ്യാനായാലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല ഹെൽപ്പായിരുന്നു അവിടെ. ഞാൻ ആദ്യം ഈ കാണുന്ന ഈ ഓർണമെൻറ്റ്സ് മുഴുവൻ വാരി വലിച്ചിട്ടിട്ടായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് കണ്ണാടിയിൽ നോക്കിയപ്പോൾ എനിക്ക് തന്നെ തോന്നി എന്തോ ഒരു ബോറ് പോലെ, ഇത്രയും ഓർണമെൻറ്റ്സിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ എന്ന്. അതെന്താണെന്ന് വെച്ചാൽ കാരണം പണ്ട് എന്തോ ഉണ്ടായിരുന്നു തോന്നുന്നു. 7ാം മാസത്തിൽ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന സമയത്ത് നമ്മുടെ അടുത്തുള്ള ഓർണമെൻറ്റ്സ് മുഴുവൻ ഇട്ടിട്ട് പോകണം എന്നോ അങ്ങനെ എന്തോ പറയുന്നത് കേട്ടു. പക്ഷേ അതൊക്കെ പണ്ടല്ലേ. ഇപ്പം എല്ലാവരും ഞാൻ എൻ്റെ വളകാപ്പ് സാരി പർച്ചേസിങ്ങിൻ്റെ ഒരു വീഡിയോ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാനിങ്ങനെ ഓരോ സാരി കാണിച്ചിട്ട് ഏത് സാരി ആയിരിക്കും ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടാവുക എന്ന് ചോദിച്ച സമയത്ത് ഒരുപാട് പേര് ഗ്രീനാണ് കേട്ടോ കമൻറ്റ് ചെയ്തത്. ഗ്രീനും അതേപോലെ റെഡുമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മെറൂൺ അങ്ങനെ ആരും കാര്യമായിട്ട് പറഞ്ഞിട്ടില്ലായിരുന്നു. ഫേവറേറ്റ് കളർ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ അധികം ബ്ലാക്ക് അല്ലെങ്കിൽ മെറൂണാണ് പറയാറ്. കാരണം ഞാൻ ആ ഒരു 2 ഷെയ്ഡ്സിലാണ് അധികം ഡ്രസ്സ് ചൂസ് ചെയ്യാറുള്ളത്. ആ ഒരു 2 ഷെയ്ഡ് തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഈ വളകാപ്പ് ഫംഗ്ഷൻ എന്താണ് എന്നുള്ളത് എനിക്കും അറിയില്ല, എൻ്റെ വീട്ടുകാർക്കും അറിയില്ല, ഹസ്ബൻഡിൻ്റെ വീട്ടുകാർക്കും അറിയില്ല, ആർക്കും അറിയില്ല. നമുക്ക് എല്ലാവർക്കും ഇതൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ ഫാമിലിയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വളകാപ്പ് ഫംഗ്ഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നടത്തുന്നതെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇത് മെയിനായിട്ട് എനിക്ക് തോന്നുന്നു തമിഴ്നാട് ആ ഒരു സൈഡിലാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. ഈ സീമന്തം പോലെയൊക്കെ കണ്ടുവരുന്നത് ആ ഒരു സൈഡിലാണ്. ഇപ്പോഴല്ലേ നമ്മുടെ ഇങ്ങോട്ടൊക്കെ വന്ന് ഇതൊരു ട്രെൻഡൊക്കെ ആയിട്ട് മാറി. ചേച്ചിയുടെ കൂട്ടിക്കൊണ്ടുപോകുന്ന സമയത്തൊന്നും ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് പേര് വരും, പിന്നെ എന്തൊക്കെയോ നമ്മൾ അരിയൊരുക്കുന്ന ആ ഒരു പരിപാടിയില്ലേ, റിച്വൽസ്, അതും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫുഡും കഴിച്ച് പോവുകയാണ് ചെയ്യാറ്. അതേപോലെ അരിയൊരുക്കുന്ന പരിപാടിയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഫുഡ് കഴിക്കുന്ന ഫുഡ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷമായിരുന്നു ആ ഒരു സംഭവം ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നേരെ നമ്മൾ ഇറങ്ങണം എന്നാണ് പറഞ്ഞത്. ഇറങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു സമയം കുറിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അതായത് 1:15-1:30 ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്നായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു ചെറിയ സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് എന്തൊക്കെയോ പരിപാടീസ് നടക്കാനില്ലേ, വളകാപ്പ് കാര്യങ്ങളൊക്കെ നടത്തേണ്ടതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് നേരത്തെ എത്താൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 10 മണിയൊക്കെ ആയ സമയത്ത് അവരെത്തിയിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ അതുവരെ ഇല്ലാത്ത അസുഖം മുഴുവനും ആ ഒരു സമയത്തായിരുന്നു കേട്ടോ വന്നത്. ജലദോഷവും കാര്യങ്ങളൊക്കെ വന്ന് അതിൻ്റെ തലേ ദിവസം ഞാൻ ഡോക്ടറൊക്കെ ഒന്ന് പോയി കാണിച്ച് സെറ്റായി നിൽക്കുന്ന ഒരു ടൈമായിരുന്നു അത്. ഇപ്പം തണുപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്, കാലാവസ്ഥ മാറിയതുകൊണ്ട് വേഗം തന്നെ ഈ കോൾഡും കാര്യങ്ങളൊക്കെ വേഗം വരുന്നുണ്ട്. ഫൈനൽ ലുക്ക്. ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് സാരിയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടാവുമെന്ന്. കഴിഞ്ഞ വളകാപ്പ് സാരി ഷോപ്പിങ്ങിൻ്റെ ഇതിനകത്ത് ഏത് സാരി എടുത്താന്ന് ഗസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും ഗ്രീൻ അങ്ങനത്തെ കളറാണ് പറഞ്ഞത്. പക്ഷേ ദിസ് ഇസ് ദ കളർ ദാറ്റ് ഐ ചോസ് ഇൻ ദാറ്റ് ഡേ. മെറൂൺ. ഐ ലൈക്ക് മെറൂൺ. ഇപ്പം ഞാൻ ഇറങ്ങിപ്പോകുന്ന സമയത്ത് എനിക്ക് ഈ ഒരു എന്താണെന്നറിയില്ല, വല്ലാത്തൊരു നാണക്കേടോ
അല്ലെങ്കിൽ ചമ്മലോ എന്താണെന്നറിയില്ല. എൻ്റെ കല്യാണത്തിന് പോലും എനിക്ക് ഇങ്ങനെ ഒരു ചമ്മലോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഒരുമാതിരി എന്തോ കെട്ടിയിറങ്ങുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു ഇത് കെട്ടിയിറങ്ങുന്നത്, ഇങ്ങനെ ഒരുങ്ങി കെട്ടിയിറങ്ങുന്ന സമയത്തുണ്ടായത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, ഇത് ബോറായോ എന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. 10 മണിയാകുമ്പോഴേക്കും അവരെത്തിയോണ്ട് തന്നെ ഒരു 10-11 മണിയാകുമ്പോഴേക്കും നമ്മൾ ചെറുതായിട്ടൊരു ചായ സൽക്കാരം പോലെ ചായ കുടി ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത്. ഇത് കഴിഞ്ഞിട്ടായിരുന്നു നമ്മൾ ശരിക്കും വളകാപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ തന്നെയാണ് നടന്നത്. അപ്പോൾ വളകാപ്പ് ഫംഗ്ഷൻ തുടങ്ങുമ്പോഴേക്കും ഏകദേശം ഒരു 12-12:15 നമുക്കാണെങ്കിൽ ഇറങ്ങണമെങ്കിൽ ഒരു 1:15 ഇറങ്ങുകയും വേണം. അതിനിടയിൽ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിയുകയും വേണം. ഈ ഒരു ഫംഗ്ഷൻ മുഴുവൻ ഓർഗനൈസ് ചെയ്തത്, അതായത് ഈ സ്റ്റേജ് ഡെക്കറേഷൻ ചെയ്യുന്നതും പരിപാടി പ്ലാൻ ചെയ്തതും എല്ലാം എൻ്റെ ഹസ്ബൻഡിൻ്റെ കേട്ടോ. പിന്നെ എൻ്റെ അനിയത്തി തലേദിവസമേ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്റ്റേജ്, ഇതേ കാണുന്ന സ്റ്റേജില്ലേ, അതൊന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് അവളും ഹെൽപ്പിന് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ മെയിൻ ഒരു ടാസ്ക് ആയിരുന്നു ഈ വളകാപ്പെന്ന് എങ്ങനെ എഴുതും. നമ്മുടെ കയ്യിൽ പെയിൻറ്റോ കളറോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് പിന്നെ കളഭം വെച്ച് തന്നെ നമ്മൾ കുറച്ച് വെള്ളം ചാലിച്ചിട്ട് വളകാപ്പ് എന്ന് എഴുതി വെച്ചതാണ് കേട്ടോ. അതാണ് അങ്ങനെ ഒരു കളറിലിരിക്കുന്നത് അത്. പിന്നെ സ്വീറ്റ്സും വളയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു, അവിടെ കൊണ്ട് വെച്ചു. ഏതൊക്കെ സ്വീറ്റ്സ് വേണം അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു ലിസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എത്രയൊക്കെ നമുക്കിപ്പോൾ ഇഷ്ടംപോലെ സ്വീറ്റ്സ് അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ചു. ഒരു 12:15 സമയത്തേക്കും പിന്നെ തുടങ്ങി. വളകാപ്പ് തുടങ്ങി. എങ്ങനെയാണ് തുടങ്ങേണ്ടതെന്ന് സത്യം പറഞ്ഞാൽ ആർക്കും ഒരു പിടുത്തം ഉണ്ടായിരുന്നില്ല, എന്താണ് ആദ്യം ചെയ്യേണ്ടതെന്നൊന്നും. ചെറുതായിട്ടൊരു പാട്ടിട്ടു. പിന്നെ നമ്മളെല്ലാം കൂടി തീരുമാനിച്ചു ആദ്യം കുറച്ച് സ്വീറ്റ്സും എടുക്കുക, അത് കഴിഞ്ഞിട്ട് പിന്നെ വള കയ്യിൽ രണ്ടും ഇട്ട് കൊടുക്കുക. പിന്നെ ഈ കളഭാണല്ലോ, ഞാൻ കളഭാണ് കേട്ടോ എടുത്തത്. വേറെ മഞ്ഞളോ ചന്ദനോ ഒക്കെ എടുക്കുന്ന ആൾക്കാരുണ്ടാവുമായിരിക്കും. എനിക്ക് കളവ് എടുക്കാൻ തോന്നി. പിന്നെ ആദ്യം മുഖത്ത് ചാലിക്കാന്നാണ് വിചാരിച്ചത്. പിന്നെ വിചാരിച്ചു എന്തെങ്കിലും റിയാക്ഷൻ ആയാലോ വേണോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ പിന്നെ കയ്യിലാണ് കളഭം എല്ലാവരെയും പിന്നെ കളഭ് ചാലിക്കാൻ വേണ്ടി കയ്യിലാണ് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇങ്ങനെ ഓരോരുത്തരായിട്ട് വന്നു. ഇതൊക്കെ തന്നെ ഈ ഒരു സെയിം പ്രൊസീജിയർ പിന്നെ എല്ലാവരും റിപ്പീറ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ് ചെയ്തത്. എല്ലാവരും ഇത് ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടും അതേപോലെ തന്നെ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ടും അതിൻ്റേതായിട്ടുള്ളൊരു ക്യൂരിയോസിറ്റി ആയാലും എങ്ങനെ ചെയ്യണം, എന്താ ചെയ്യേണ്ടതെന്നൊക്കെയുള്ളൊരു ഇത് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ചോദിച്ചിട്ടുണ്ടോ ചെയ്യുന്നത് എന്ത് ചെയ്യണം, അടുത്ത് എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടായിരുന്നു ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഒരു സൈഡിൽ വീടും ഒരു സൈഡിൽ പിന്നെ ഫോട്ടോയും അങ്ങനെയായിരുന്നു എടുത്തുകൊണ്ട് പോയിക്കൊണ്ടുണ്ടായത്. എൻ്റെ വീട്ടിൽ നിന്ന് 7 പേരായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ സിസ്റ്റർ ഇന്നലെ രാത്രി വന്നതുകൊണ്ട് അവളെ നമ്മൾ എണ്ണത്തിൽ പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. ടോട്ടൽ നോക്കുകയാണെങ്കിൽ 8 പേര് എന്നുള്ള കണക്കായിരുന്നു നമ്മൾ വന്നിട്ടുണ്ടായത്. എനിക്ക് യൂട്യൂബ് തുടങ്ങാൻ ഇൻസ്പിറേഷൻ ആയെന്ന് ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കുട്ടിയാണ് കേട്ടോ ഈ റൈറ്റ് സൈഡിൽ നിന്ന് എനിക്ക് വളയിട്ടുണ്ട് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവൾ ബാംഗ്ലൂരിൽ നിന്ന് വന്നതാണ് ഈ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ടല്ല. ഇപ്പോൾ ക്രിസ്മസ് വെക്കേഷനൊക്കെ ആയതുകൊണ്ട് തന്നെ ഇവിടെ നാട്ടിലുണ്ടായിരുന്നതുകൊണ്ട് ഇങ്ങോട്ട് വന്നു. ഇതെൻ്റെ അനിയത്തിയും അതേപോലെ തന്നെ ചേച്ചിയുടെ മോളുമാണ് കേട്ടോ. ചേച്ചിയുടെ ഡെലിവറി എന്നൊക്കെ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടെങ്കിലും കാണിച്ചിട്ടില്ല എന്ന് തോന്നുന്നു വീഡിയോയിലൊന്നും. അതാണ് എൻ്റെ ചേച്ചിയുടെ മോള് ഇത് ഈ ഇരിക്കുന്നത്. പിന്നെ എല്ലാവരുടെയും പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം എൻ്റെ കുറച്ച് ഫോട്ടോഷൂട്ടും അതേപോലെ തന്നെ കുറച്ച് റീൽസും കാര്യങ്ങളും ഒക്കെ എടുക്കാറുണ്ടായിരുന്നു. അത് കുറച്ച് അടിപൊളിയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ 1:15 നമുക്ക് ഇറങ്ങേണ്ടതുകൊണ്ട് തന്നെ ഫുഡും കുറച്ച് നേരത്തെ തന്നെ കഴിക്കേണ്ടതുണ്ടായിരുന്നു. ഒരു 12:45 അതായത് 12:45 ഒക്കെ ആകുന്ന സമയത്തേക്ക് നമുക്ക് ഫുഡ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഫുഡ് ടൈം അല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് കഴിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ 7-ാം മാസത്തിൽ കൂട്ടിക്കൊണ്ടു പോകുന്ന സമയത്ത് ഒരു റിച്വൽ ഉണ്ട്, ഈ അരിയൊക്കെ നുരിച്ചിട്ട് ഇങ്ങനെ തലയിലിട്ടിട്ട് ചെയ്യുന്നൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ഈ ഒരു സംഭവമാണ് ഞാൻ ആക്ച്വലി ചേച്ചിയുടെ ഡെലിവറി സമയത്ത് കണ്ടത്. ഇത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇങ്ങനെ അരി നുരിച്ച് പിന്നെ അനുഗ്രഹിച്ചിട്ട് കൂട്ടിക്കൊണ്ട് പോവുക. അതായത് ഇങ്ങനെ വന്ന ആൾക്കാർ മുഴുവനും ഇങ്ങനെ റൗണ്ടിൽ നിന്നിട്ട് ചുറ്റി ഈ ഒരു വിളക്കിനെ ഇങ്ങനെ ചുറ്റിയിട്ട് ഒറ്റ പ്രാവശ്യം ചുറ്റിയിട്ട് പിന്നെ തിരിഞ്ഞു നോക്കാതെ പോകണം. അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും എന്നോടിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ടായിരുന്നു. ഈ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നടന്നു പോകുന്ന സമയത്ത് പിന്നെ തിരിഞ്ഞൊന്നും നോക്കാൻ പാടില്ല എന്നൊക്കെ. അതുകൊണ്ട് തന്നെ എനിക്ക് ചെരുപ്പ് വരെ മുന്നോട്ടേക്ക് കാണിച്ചിട്ട് തന്നിട്ടുണ്ടായിരുന്നു, പുറകിലേക്ക് നോക്കി പോകണ്ട എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഒരു വിളക്കിനെ ഒരു പ്രാവശ്യം ഒന്ന് വലം വെച്ചിട്ട് പിന്നെ നേരെ അങ്ങോട്ട് നടന്നു പോകണം. ഇത്രയും ആൾക്കാരാണ് കേട്ടോ എൻ്റെ വീട്ടിൽ നിന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ 3 പേരും ചെറിയ മക്കളാണ്. ഗൗരി തീരെ ചെറുതാണ്. ബാക്കി 2 പേരും
ചെറിയ കാറ്റഗറിയിൽ പെടുന്നതാണല്ലോ. അങ്ങനെ അതും കഴിഞ്ഞ് നമ്മൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ഏകദേശം ഒരു 1 മണി 1:05 ആകുമ്പോഴേക്കും ഒരു 1:10 നമ്മൾ ഇറങ്ങി. തിരിഞ്ഞു നോക്കാതെ പോകാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതിലാണ് കേട്ടോ ഞാൻ നിൽക്കുന്നത്. അതിൻ്റെ ഇടയിൽ എനിക്ക് ഇൻസ്ട്രക്ഷൻസ് കിട്ടുന്നുണ്ടായിരുന്നു, തിരിഞ്ഞു നോക്കല്ലേ എന്ന്. ആരൊക്കെയാണോ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി വന്നത് അവർ മാത്രമാണ് ഈ ചുറ്റി ഇറങ്ങേണ്ടത് എന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എൻ്റെ സിസ്റ്റർ പിന്നീട് ഇറങ്ങിയത് കേട്ടോ. അവൾ തലേ ദിവസം വന്നതല്ലേ, ഇവരുടെ കൂടെ വന്നതല്ലല്ലോ. അതുകൊണ്ട് ഇവർ ഇറങ്ങി വിളക്കിൻ്റെ വലം വെച്ച് ഇറങ്ങിയതിന് ശേഷമാണ് പിന്നെ റോഡിൽ കാറ് നിർത്തിയതിന് ശേഷമാണ് കേട്ടോ എൻ്റെ അനിയത്തിനെയും കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നത്. ഇവിടുന്ന് പോകുന്ന സമയത്ത് എനിക്ക് സങ്കടം ഉണ്ടോയെന്ന് ചോദിച്ചാൽ എന്താണെന്നറിയില്ല, എന്തോ ഒരു ഇത് ഉണ്ടായിരുന്നു. കാരണം ഞാൻ എപ്പോഴും തീരുമാനിച്ചാണ്, എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്തായാലും ഞാൻ അവിടെ നിന്ന് വരുന്ന സമയത്ത് കരയില്ലാന്ന് തീരുമാനിച്ചിട്ടാണ് വന്നത്. പക്ഷേ ചെറുതായിട്ട് കരഞ്ഞു പോയോ എന്നൊരു ഡൗട്ട് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷേ ഇറങ്ങുന്ന വരെ ഞാൻ കരഞ്ഞിട്ടില്ലായിരുന്നു. ഇതും അതേപോലെ തന്നെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ തീരുമാനിച്ചതാണ്. കാരണം മംഗലാപുരത്തായാലും ഞാൻ പോയി ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചതാണല്ലോ. അപ്പോൾ ആ ഒരു മനക്കട്ടി എനിക്കുള്ളത് കൊണ്ട് തന്നെ ഞാൻ കരഞ്ഞിട്ടൊന്നുമില്ല ഇറങ്ങിപ്പോകുന്ന സമയത്ത്. പിന്നെ കാറ് കയറി ഒരു മണിക്കൂർ ട്രാവൽ ചെയ്ത് ഞാൻ എൻ്റെ വീട്ടിലെത്തിട്ടോ. വീട്ടിലെത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കഴിഞ്ഞു പരിപാടിയൊന്നുമില്ല. അവിടെ എത്തിയപ്പോഴും ഉണ്ടായിരുന്നു ഇങ്ങനെ ഇരിക്കുന്ന പരിപാടി. അപ്പോൾ അവിടെ നിന്നും ഇങ്ങനെ അരിയൊക്കെ നുരിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ മധുരവും തന്ന് നമ്മുടെ ഈ ഒരു സംഭവം, അതായത് കൂട്ടിക്കൊണ്ട് വരുന്നൊരു സംഭവം ചടങ്ങ് കഴിഞ്ഞു. അതാണ്, ഇത്രയൊക്കെയാണ് ഈ ഒരു ഇതിനകത്ത് ഉണ്ടായിരുന്നത്. എന്തൊക്കെയായിരുന്നാലും ഞാനിതൊക്കെ ഫസ്റ്റാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ചേച്ചീൻ്റെ കാര്യത്തിൽ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ എൻ്റെ കാര്യത്തിൽ ഞാനിത് ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കിതെല്ലാം പുതിയൊരു നോളജായിരുന്നു ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുണ്ടായിരുന്നത്. ഞാൻ ഈ ഒരു സമയത്ത് അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്ന കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ തന്നെ കുറച്ച് ട്രാൻസിഷൻ വീഡിയോസും അതേപോലെ തന്നെ കുറച്ച് റീൽസും ഷോർട്സൊക്കെ ഞാൻ എൻ്റെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേണ്ടവർക്ക് അങ്ങോട്ട് പിന്നീട് വേറെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു റിച്വൽസും കാര്യങ്ങളൊക്കെ ഇതോടെ അവസാനിച്ചു. പിന്നീട് ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു, എൻ്റെ പരിപാടി നോക്കി. അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയ ആൾക്കാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. ഇതാണ് ഞാൻ പറഞ്ഞ ഫോട്ടോസ്, ഞാൻ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്ന ഫോട്ടോസ്.